ഹായ്, എൻ്റെ പേര് നദീം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീട് ഇത് ഒരു 3 വർഷം എടുത്ത് പണിതൊരു വീടാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 ഇയേഴ്സ് മുന്നേ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കുന്ന സമയത്താണ് ആർക്കിടെക്ട്സൊക്കെ ആയിട്ട് നമ്മൾ ഓരോ മീറ്റിങ്ങുകൾക്കൊക്കെ ശേഷം നമ്മളിതിൽ ഒരു ഓട്ടോമേഷൻ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ഓൺലൈനിൽ കണ്ട കുറേ ആളുകളുടെ അടുത്ത് കൂട്ടെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ അതിൽ വന്നതാണ് സിഗ്നറ്റ് ഐ ഡി. ഇപ്പോൾ സിഗ്നറ്റ് ഐ ഡിയുടെ ഡയറക്ടറായ മിസ്റ്റർ ജോജോ, അപ്പോൾ അദ്ദേഹം വന്ന് കാണുകയും നമ്മുടെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കൊട്ടേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരൊറ്റ സ്റ്റേജിൽ ഒക്കെ ഇങ്ങനെ ചെയ്തെടുത്തതല്ല. നമ്മളിതൊരു പല ഘട്ടങ്ങളായിട്ട് നമ്മുടെ ഓരോ റിക്വയർമെൻറ്റ് പറയും, അതനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുകയും അതിൻ്റെ കൂട്ട് തരികയാണ് ചെയ്തത്. അങ്ങനെ ഇതിൻ്റെ വർക്കും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇവർ ഇലക്ട്രീഷ്യൻസും കാര്യങ്ങളായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. കൊട്ടേഷനിലുള്ള കാര്യം ഓരോ തവണ കൊട്ടേഷൻ റിവൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് മെയിലയക്കുകയും അതിൻ്റെ റിവൈസ്ഡ് അഡീഷണലുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ നമ്മളും അവരും ഒരേ പേജിൽ പോകാൻ പറ്റും. അങ്ങനെ നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു കൊട്ടേഷൻ തന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ക്ലയൻറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ടീമാണ്. നല്ല ടീമാണ്. പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് തോന്നി. ടെക്നിക്കൽ ഹെഡ് മിസ്റ്റർ പ്രകാശ്, അപ്പോൾ അദ്ദേഹമൊക്കെ നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അതൊക്കെ ഓട്ടോമേഷൻ ആകുമ്പോൾ നമ്മുടെ ഓരോ സീൻസൊക്കെ സെറ്റ് ചെയ്യാനും നമ്മുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങളൊക്കെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഓരോ ലൈറ്റിങ്ങും ഒരു ആംബിയൻസൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, നമ്മൾ പുതുതായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സും ചിലപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ല ഒന്ന് മാറ്റി ചെയ്യണം എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് അതെല്ലാം കേൾക്കുകയും അതെല്ലാം കറക്റ്റ് ഒരുപാട് തവണകളിലായിട്ട് മാറ്റി ചെയ്യുകയും ചെയ്തു പുള്ളി. അപ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് വരും, പലതവണ ട്യൂൺ ചെയ്യുമ്പോൾ ഇവരടുത്ത് പറയും. പക്ഷെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ നിങ്ങൾ കാണുന്ന ഈ സ്വിച്ചസ് ഇതെല്ലാം പാനസോണിക്കിൻ്റെ സ്വിച്ചസാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പ്രായമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ ഓട്ടോമേഷൻ്റെ സ്വിച്ചസ് എല്ലാവർക്കും ഉപയോഗിക്കാൻ അറിയണം എന്നില്ല. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അതിൽ ഓരോ കാര്യങ്ങൾ എൻഗ്രേവ് ചെയ്യുകയും അപ്പോൾ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു ഇമേജ് കണ്ട് അത് അല്ലെങ്കിൽ ഇന്ന സീൻസ് നമ്മൾ പറയുന്നതനുസരിച്ച് അത് ചെയ്ത് അത് ആ സ്വിച്ചിലേക്ക് ആക്കിയപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അത്രയും ലൈറ്റ്സ് ഒരുമിച്ച് അത് വരുന്നു, ആ സീനിലേക്ക് അത് പോകുന്നു. പിന്നെ ഇവർ തന്നിരിക്കുന്ന ഈ ഓട്ടോമേഷൻസ് എല്ലാം ഒരു ആപ്പിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ദൈനംദിന കാര്യങ്ങളിൽ എപ്പോഴും നമ്മുടെ കയ്യിലെല്ലാം ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വളരെ സുഖമായിട്ട് നമുക്ക് ഫോണിലൂടെ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ വീടിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഓട്ടോമേഷൻ്റെ സ്വിച്ചസും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ തവണകളിൽ ഇപ്പോൾ വെളിയിലൊക്കെ യാത്ര ചെയ്തപ്പോൾ ഇവിടുന്ന് ഓരോ ലൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റിൻ്റെതാണെന്നൊക്കെ പറയുമ്പോൾ ലൈറ്റ്സ് ഓഫ് ചെയ്യാനാണെങ്കിലും ഒരാൾ വന്നൊന്ന് ലൈറ്റ് ഓണാക്കി കൊടുക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഫോണിലൂടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റുന്ന വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതുണ്ട്, ഫീച്ചറിനകത്തുണ്ട് എടുത്തു പറയേണ്ടത്. പിന്നെ നമുക്ക് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സെക്യൂരിറ്റി സെൻസേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്രായമായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പം നമുക്കാണെങ്കിലും വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കയറി രാത്രിയാകുമ്പോൾ ഇന്ന ഡോർസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു സേഫ്റ്റി കൺസേൺസും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓരോ ഔട്ട്സൈഡ് ഡോറുകൾക്കെല്ലാം സെക്യൂരിറ്റി സെൻസേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു ട്രസ് പാസിങ് സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് വീട്ടിൽ അത് അലാറം അടിക്കുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ മൊബൈലിൽ വരികയും ചെയ്യും. ഇതെല്ലാം ആപ്പിലും കൊടുത്തിട്ടുണ്ട്. ഇവർ നീറ്റായിട്ട് അത് ആപ്പിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ ട്രഡീഷണൽ വേയിൽ ചെയ്യുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളൊരു ഫീല് നമുക്ക് വരും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ.